ഹായ് ഓൾ. നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂളിലെ പ്രധാന കാര്യങ്ങളെ പറ്റി നമുക്കൊന്ന് പഠിക്കാം. മൂന്നാമത്തെ മൊഡ്യൂളിൽ ആദ്യത്തെ ചോദ്യം, നെയിം ദ ബ്രിഡ്ജ് യൂസ്ഡ് ഫോർ ഫ്രീക്വൻസി മെഷർമെൻറ്റ്. എല്ലാവർക്കും അറിയാം, വെയിൻ ബ്രിഡ്ജ് ആണ്. രണ്ടാമത്തെ ചോദ്യം, നെയിം ദ ബ്രിഡ്ജ് യൂസ്ഡ് ഫോർ കപ്പാസിറ്റൻസ് മെഷർമെൻറ്റ്. അറിയാലോ, ഷെറിങ്സ് ബ്രിഡ്ജ് ആണ്. നെയിം ദ DC ബ്രിഡ്ജ്, വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്. ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ, നെയിം ദി AC ബ്രിഡ്ജ്. AC ബ്രിഡ്ജ് എന്നാണ് നമ്മുടെ ചോദ്യമെങ്കിലോ, AC ബ്രിഡ്ജ് ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് ഷെറിങ്സ് ബ്രിഡ്ജ് പറയാം, ഹെയ്സ് ബ്രിഡ്ജ് പറയാം, അതുപോലെ മാക്സ്വെൽ ബ്രിഡ്ജ് പറയാം. മൂന്നും കറക്റ്റ് തന്നെയാണ്. അടുത്തത്, ലിസ്റ്റ് ടു ആപ്ലിക്കേഷൻസ് ഓഫ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്. നമുക്കറിയാം, വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒപ്റ്റിക്കൽ ഡിവൈസസിലാണ്. അതായത് ലൈറ്റുമായി ബന്ധപ്പെട്ട ലൈറ്റിനെ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഡിവൈസുകളിൽ നമുക്ക് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ പ്രഷറിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെ നമുക്ക് മെഷർ ചെയ്യാൻ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ഉപയോഗിക്കാം. ഇതേപോലെ നമ്മുടെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി, അതായത് റെസിസ്റ്റൻസ് പോലെയുള്ള ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസും മെക്കാനിക്കൽ പാരാമീറ്റർ മെഷർ ചെയ്യാനും ഉപയോഗിക്കും. അത് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അടുത്ത സെമിസ്റ്ററിലെ സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡായി മനസ്സിലാവും. ഇപ്പം ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. ഒന്ന്, ഒപ്റ്റിക്കൽ ഡിവൈസസിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതായത് ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഡിറ്റക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സെൻസ് ചെയ്യാൻ എന്ന് പഠിക്കാം. അതേപോലെ ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സിൻ്റെ മെഷർമെൻറ്റ്, മെക്കാനിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ മെഷർമെൻറ്റ്, അതുപോലെ ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തെർമോമീറ്ററുകളൊക്കെ, ആ ഒരു ടെമ്പറേച്ചർ മെഷർമെൻറ്റിലും എന്തുപയോഗിക്കുന്നുണ്ട്? വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്. 4 പോയിന്റുകളും നന്നായിട്ട് പഠിക്കണം, പരീക്ഷയ്ക്ക് വരാം. ഇനി അടുത്ത ഒരു ഭാഗമാണ് ഡിറൈവ് ദി ജനറൽ ബാലൻസ് ഇക്വേഷൻ ഓഫ് AC ബ്രിഡ്ജസ്. AC ബ്രിഡ്ജുകളുടെ ജനറൽ ബാലൻസ് ഇക്വേഷൻ നമ്മളിത് ചെയ്തതാണ്. ജനറൽ ബാലൻസ് ഇക്വേഷൻ എന്ന് പറയുമ്പം നമ്മൾ ആദ്യം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ബ്രിഡ്ജിനെ നമുക്ക് ബാലൻസ് ചെയ്യുമ്പം ആദ്യത്തെ കണ്ടീഷൻ എന്താ? ഈ പറയുന്ന ഡിറ്റക്ടറിൽ കൂടെയുള്ള കറണ്ട് 0 ആയിരിക്കണം, അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടെർമിനൽസ് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ VBD എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിലേക്ക് കൂടെയുള്ള ഡിറ്റക്ടറിലൂടെയുള്ള കറണ്ട് 0 എന്ന് പറഞ്ഞാൽ VBD എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് VAB എന്ന് പറയുന്നതും അതേപോലെ തന്നെ VAD എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. VAB എന്ന് പറയുന്നതും VAD എന്ന് പറയുന്നതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കിട്ടി എന്ന് വിചാരിക്കുന്നു. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു, ബ്രിഡ്ജ് ബാലൻസ് ചെയ്യണമെങ്കിൽ ഈ ഡിറ്റക്ടറിൽ കൂടെയുള്ള കറണ്ട് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ പോയിന്റ് B ആൻഡ് D എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കണ്ടീഷനിലേക്ക് എത്താം? VAB എന്ന് പറയുന്നതും VAD എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ VBC എന്ന് പറയുന്നതും VCD എന്ന് പറയുന്നതും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ VAB എന്ന് പറയുന്നത് E1 ആണെന്നൂടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. VAD എന്ന് പറയുന്നത് E2 ആണെന്നും റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? E1 ഇസ് ഈക്വൽ ടു E2 എന്ന് പറയാം. എന്താണ് E1 എന്ന് പറഞ്ഞാൽ? I1 ഇൻറ്റു Z1 ആണല്ലോ. I1 ഇൻറ്റു Z1. അതേപോലെ VE2 എന്ന് പറഞ്ഞാലോ? I2 ഇൻറ്റു Z2. കിട്ടിയോ? അപ്പം I1 ഇൻറ്റു Z1 ഈസ് ഈക്വൽ ടു I2 ഇൻറ്റു Z2. ഇനി നമുക്കിവിടെ I1 കണ്ടുപിടിക്കണം. എങ്ങനെയാണ് I1 കണ്ടുപിടിക്കുക? നമുക്കറിയാം, ഈ ഒരു എൻറ്റയർ സർക്യൂട്ടിനെ എക്സൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു വോൾട്ടേജ് സോഴ്സ് ഇവിടെയുണ്ട്, അല്ലേ? E എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് സോഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് I1 ആണ് കണ്ടുപിടിക്കേണ്ടത്. I1 എങ്ങനെ കണ്ടുപിടിക്കും? I1 എന്ന് പറയുമ്പം ഈ I1 എന്ന് പറയുന്ന ഈ ഒരു കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? ആകെയുള്ള നമുക്കറിയാം V is equal to IR ആണ്. പൈ എന്ന് പറഞ്ഞാൽ V/R. V എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെയുള്ള ഒരു EMF ആണ് V. ഇനി R ആണ് നോക്കേണ്ടത്. ഈ എലമെൻറ്റും
ഈ എലമെൻറ്റും എന്താണ്, സീരീസാണ്. അതേപോലെ ഈ എലമെൻറ്റും സീരീസാണ്. നമുക്ക് ആ സർക്യൂട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ആ കാര്യം കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, I1 ഇസ് ഈക്വൽ ടു, കാരണം ഈ സെറ്റ് 1ഉം ഈ സെറ്റ് 3യും സീരീസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇത് രണ്ടിലേക്ക് കൂടി സെറ്റ് 1ലൂടെയും സെറ്റ് 3യിലേക്കൂടെയും സെയിം കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. അപ്പം I3 ഇസ് ഈക്വൽ ടു I1 ഇസ് ഈക്വൽ ടു E ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z3 എന്ന് എഴുതാൻ പറ്റും. Z3 എന്ന് എഴുതാൻ പറ്റും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഡിറ്റക്ടറിലൂടെ കറണ്ട് ഇല്ല. ഇപ്പം Z1ഉം Z3യും സീരീസ്, Z2ഉം Z4ഉം സീരീസ്. അങ്ങനെയാണെങ്കിൽ ഇത് I1 I3 ആയി. സിമിലർലി I2 ഈക്വൽ ടു I4 എങ്ങനെ എഴുതാം, E ഡിവൈഡഡ് ബൈ Z2 പ്ലസ് Z4. നമ്മൾ പറഞ്ഞ എങ്ങനെയാണ്, ഈ പറയുന്ന സർക്യൂട്ടിൽ VBD 0 ആണെങ്കിൽ VAB എന്ന് പറയുന്ന E1ഉം VBAD എന്ന് പറയുന്ന E2 സെയിമാണ്. E1 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുന്നത്, നമ്മൾ പറഞ്ഞത് I1 ഇൻറ്റു Z1 ആണല്ലോ, E2 I2 ഇൻറ്റു Z2. അപ്പം നമുക്ക് എന്ത് എഴുതാം, ഇനി I1 എന്ന് പറഞ്ഞാൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. I1 എന്ന് പറഞ്ഞാൽ എന്താ, E ഡിവൈഡഡ് ബൈ Z1 Z3 ഇൻറ്റു Z1. അതായത് ഈ പറയുന്ന ഇക്വേഷനിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. I1 നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു, എന്താണ്, E ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z3. അപ്പം E ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z3 ഇൻറ്റു Z1 ഈസ് ഈക്വൽ ടു I2 എന്തായിരുന്നു, E ഡിവൈഡഡ് ബൈ Z2 പ്ലസ് Z4 ഇൻറ്റു Z2. ഈ എന്ന് പറയുന്നത് രണ്ട് സ്ഥലത്തും കോമൺ ആയി കിടക്കുന്നതാണ്. ഇയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ വരിക, Z1 ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z3 അതേ ഇസ് ഈക്വൽ ടു Z2 ഡിവൈഡഡ് ബൈ Z2 പ്ലസ് Z4 എന്ന് നോക്കാം. Z1നെ Z2 പ്ലസ് Z4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, Z1 ഇൻറ്റു Z2 പ്ലസ് Z4. ഇതേപോലെ Z2 ഇൻറ്റു Z1 പ്ലസ് Z3 ചെയ്തു. ഇവിടെ നോക്കിയോ, Z1 ഇൻറ്റു Z2 Z1 Z2, Z1 ഇൻറ്റു Z4 Z1 Z4 ഈസ് ഈക്വൽ ടു Z2 ഇൻറ്റു Z1 അതേപോലെ Z2 ഇൻറ്റു Z3. ഇവിടെ നോക്കൂ, Z1 Z2, ഇവിടെ ഒരു Z2 Z1 രണ്ടും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ ഉള്ളത്, Z1 Z4 ഈസ് ഈക്വൽ ടു Z2 Z3. വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. ഇതെന്തായാലും ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ AC ബ്രിഡ്ജുകളുടെ അല്ലെങ്കിൽ AC-യുടെ ബാലൻസ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഒരു 7 മാർക്കിന് ഇത് ചോദിക്കാം. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും, ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ AC ബ്രിഡ്ജസ്, ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ AC ബ്രിഡ്ജസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കത് എഴുതാൻ സാധിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. കമ്പയർ AC ആൻഡ് DC ബ്രിഡ്ജസ്. ഞാൻ പറയണ്ടല്ലോ, AC ബ്രിഡ്ജുകൾ AC ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നു, DC ബ്രിഡ്ജുകൾ DC ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നു. എക്സാമ്പിൾ പഠിച്ചു. അപ്പം ഇതിൽ എല്ലാ പോയിൻറ്റും പഠിക്കണം. ഇതിലാകെ 6 പോയിൻറ്റുകളെ ആകെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഈ 6 പോയിൻറ്റും പഠിച്ചിരിക്കണം. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അടുത്തത് വളരെ ഫേമസ് ആയി കാണുന്ന മറ്റൊരു ചോദ്യമാണ്, ലിസ്റ്റ് ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഡൈനാമോമീറ്റർ വാട്ട് മീറ്റർ. പവർ മെഷർമെൻ്റ് ആണ് വാട്ട് മീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കൊക്കെ അറിയാം. ആ വാട്ട് മീറ്ററിൻ്റെ അഡ്വാൻറ്റേജുകളും ഡിസ്അഡ്വാൻറ്റേജും ഞാനിത് നമ്മുടെ ലെക്ചർ സീരീസിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇനി കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു വ്യത്യസ്തമായൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. ഫോർ എ ബാലൻസ്ഡ് Wheatstone's bridge ഷോൺ ഇൻ ദ ഫിഗർ P ഈക്വൽ ടു 50 ohm, Q ഈസ് ഈക്വൽ ടു 100 ohm, R ഈക്വൽ ടു 20 ohm. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് എസ്. നമുക്കറിയാം, എപ്പോഴും ഒരു Wheatstone's ബ്രിഡ്ജിൽ ബാലൻസ് ചെയ്യുക എന്ന് പറയുമ്പം അവിടെ എന്താ വരിക, P/R ഈസ് ഈക്വൽ ടു Q/S അല്ലേ. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം, PS ഇസ് ഈക്വൽ ടു QR. അപ്പോൾ S ആണ് കണ്ടുപിടിക്കേണ്ടത്. S ഇസ് ഈക്വൽ ടു QR ഡിവൈഡഡ് ബൈ P. QR ഡിവൈഡഡ് ബൈ P. Q നമുക്ക് തന്നത്
100 ഓം ആണല്ലോ. R എന്ന് പറയുന്നത് 20 ഓം ആണ്. Q എന്ന് പറയുന്നത് P എന്ന് പറയുന്നത് 50. 50യുടെ ക്യാൻസൽ ചെയ്താൽ 2 കിട്ടും. 20 × 2 40 ഓം. നമ്മുടെ ആൻസർ 40 ഓം. അപ്പം ഇത് സാധാരണ വന്നൊരു ചോദ്യമാണ്. ഇതേപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്തവണ ഷെറിങ്സ് ബ്രിഡ്ജോ അല്ലെങ്കിൽ ഹെയ്സ് ബ്രിഡ്ജോ വരാം. ഹെയ്സ് ബ്രിഡ്ജ് വന്നാൽ, അത്തരമൊരു ബ്രിഡ്ജ് വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ വെയിൻ ബ്രിഡ്ജ് വരാം. ഈ വെയിൻ ബ്രിഡ്ജ് വന്നാൽ അത് ചെയ്യണമെങ്കിൽ നമുക്കതിൻ്റെ ഇക്വേഷൻസ് അറിയണം. കപ്പാസിറ്റൻസ്, ഇൻഡക്റ്റൻസ്, അതേപോലെ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ, ഇതൊക്കെ അറിയണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ ഇക്വേഷൻസ് നിർബന്ധമായിട്ട് പഠിച്ചു വയ്ക്കണം. നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിരിക്കുക. കൺസ്ട്രക്ഷൻ വർക്കിംഗ് ഓഫ് സിംഗിൾ ഫേസ് എനർജി മീറ്റർ 3rd മൊഡ്യൂളിൽ സാധാരണഗതിയിൽ വരുന്ന ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നെങ്കിൽ സിംഗിൾ ഫേസ് എനർജി മീറ്റർ, സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ എനർജി മീറ്റർ ഒന്ന്. അതിന് പാരലായിട്ടാണ് നമ്മുടെ ഡൈനാമോമീറ്റർ, വാട്ട് മീറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് വരാറുള്ളത്. അപ്പോൾ എന്തായാലും സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ എനർജി മീറ്റർ എന്തായാലും പഠിച്ചു വെക്കുക. ഒരു 7 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരും. അതിൻ്റെ ഫിഗറുകൾ നമ്മൾ മുമ്പ് ചെയ്തതാണ്. ഈ ഫിഗർ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പഠിക്കുക. അത് എക്സ്പ്ലെയിൻ ചെയ്യാനും വരും. ഇതേപോലെ തന്നെ നമ്മുടെ മൂവിങ് അയൺ, മൂവിങ് അയൺ അല്ല, ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററും പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന്. സിംഗിൾ ഫേസ് എനർജി മീറ്റർ കമ്പൽസറി ആയിട്ട് പഠിക്കണം. ഇനി വരുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് ഹെയ്സ് ബ്രിഡ്ജ്. കഴിഞ്ഞൊരു വർഷം ചോദിച്ച 2 ചോദ്യങ്ങൾ ഒരേപോലെ ചോദിച്ചു. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ അൺനോൺ റെസിസ്റ്റൻസ് ഇൻ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് എന്ന് ഒരു ചോദ്യം വന്നു. അതേപോലെ തന്നെ ഹെയ്സ് ബ്രിഡ്ജും ചോദിച്ചു. പക്ഷേ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് 3 മാർക്കിനും ഹെയ്സ് ബ്രിഡ്ജ് 7 മാർക്കിനുമാണ് ചോദിച്ചത്. അപ്പം അതിൻ്റെ എക്സ്പ്രഷൻ എഴുതി തന്നെ പഠിക്കണം, അല്ലാതെ വായിച്ച് പഠിച്ചാൽ കിട്ടില്ല. 100% ഉറപ്പാണ്, വായിച്ച് പഠിച്ചാൽ കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് എഴുതി പഠിച്ചോളുക. കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി പഠിക്കുക. ഇൻഡക്റ്റൻസ് ഡെറിവേഷൻ ചെയ്ത് തന്നെ പഠിക്കണം. ഞാൻ ആ ഡെറിവേഷൻ വീണ്ടും ഇവിടെ ചെയ്യുന്നൊന്നുമില്ല, നിങ്ങളത് ചെയ്ത് നോക്കുക. അതിൻ്റെ വീഡിയോ ലെക്ചറുകളുണ്ട്, കണ്ടു നോക്കുക. അതേപോലെ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ഞാൻ ഓൾറെഡി പറഞ്ഞു. വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജും ഇതേപോലെ വന്നൊരു ഭാഗമാണ് വെയിൻ ബ്രിഡ്ജ്. ഇതൊന്നും ഞാൻ പറയണ്ട. വെയിൻ ബ്രിഡ്ജിൻ്റെ ഡെറിവേഷൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. വെയിൻ ബ്രിഡ്ജ് സർക്യൂട്ട് വരയ്ക്കാനും ഇക്വേഷൻ എഴുതാനുമാണ്. ചിലപ്പം ഡെറിവേഷൻ വന്നാൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ്. ഇനി ഇതുവരെ ഇതിൽ നിന്ന് ചോദിക്കാത്ത 2 ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ഷെറിങ്സ് ബ്രിഡ്ജ്, രണ്ടാമത്തത് മാക്സ്വെൽസ് ബ്രിഡ്ജ്. ഒന്ന് ഷെറിങ്സ് ബ്രിഡ്ജും രണ്ടാമത്തെ മാക്സ്വെൽ. ഷെറിങ് ബ്രിഡ്ജ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? മെഷർമെൻറ്റ് ഓഫ് കപ്പാസിറ്റൻസ്. മാക്സ്വെൽസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ഓഫ് ഇൻഡക്റ്റൻസ് ആണ്. ഇത് രണ്ടും ഇതുവരെ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ വർഷം ഒരു സാധ്യത ഈ പറയുന്ന 2 ബ്രിഡ്ജുകൾക്കുണ്ട്. അത് ഏതെങ്കിലും ഒരു തരത്തിൽ ചിലപ്പോൾ അത് പ്രോബ്ലമാറ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തിയറിയുടെ ഫോമിൽ തന്നെ ചോദിക്കാം. അങ്ങനെ വന്നാൽ നിങ്ങൾക്കത് എഴുതാൻ സാധിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് അത് കൂടി ചെയ്ത് പഠിക്കുക. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ബ്രിഡ്ജ് സർക്യൂട്ടിൻ്റെ ഡയഗ്രാം വരച്ച് പഠിക്കണം. ഡെറിവേഷനും വന്നാൽ നിങ്ങൾക്കത് എഴുതാൻ സാധിക്കണം. എല്ലാത്തിൻ്റെയും സർക്യൂട്ട് ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോന്നിലും എന്താണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൽ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ക്വിക്ക് ഓവർവ്യൂ നിങ്ങളിൽ ഉണ്ടാവണം. ഓക്കെയാണ് എന്ന് വിചാരിക്കുന്നു. ഒരു ഡയഗ്രാം പോലും വരച്ച് പഠിക്കാതിരിക്കരുത്. എല്ലാ ഡയഗ്രാമും വരച്ച് പഠിക്കുക. ഇനി ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഡയഗ്രാമെങ്കിലും വരച്ചാൽ പകുതി മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് നമ്മളുടെ 3 മൊഡ്യൂളുകൾ. നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടുള്ളവർക്ക് ആ പ്ലേലിസ്റ്റ് നോക്കിയാൽ കറക്റ്റായിട്ടത് അവിടെ കിട്ടും.
അപ്പം ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.